നമസ്കാരം. ഇന്ന് ഒട്ടൊരു ഗൗരവമേറിയ ഒരു വിഷയവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുറച്ച് ഗൗരവമുണ്ട്, എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് അതിന് വലിയ ഗൗരവമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ക്യാൻസറിൻ്റെ പ്രതിരോധ ഭക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ ഏകദേശം 1 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ലേറ്റസ്റ്റായിട്ട് കുറേ കൂടെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇന്ന് നമ്മളൊരു വീഡിയോ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നത്. ക്യാൻസറിനെ നമ്മൾ വലിയ ഭയത്തോടുകൂടി കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സർവ്വസാധാരണമാണ്. ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. RCC റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ ഈ ക്യാൻസർ രോഗികളുടെ എണ്ണം ക്രമാതീതമായിട്ട് കൂടിയിരിക്കുകയാണിപ്പോൾ. പ്രത്യേകിച്ചും ഈ കൊറോണയുടെ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് വളരെയധികം രക്തസംബന്ധമായ, അതായത് ഹിമോലിറ്റിക് അനീമിയ, അതുപോലെ തന്നെ ലിംഫാറ്റിക് ക്യാൻസർ, അതുപോലെ ലിംഫോമ, വളരെയധികം അസുഖങ്ങൾ ഇപ്പം ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അതായത് നമ്മളുടെ രക്തത്തിലുള്ള കോശങ്ങളുടെ അഭൂതപൂർവമായ വളർച്ച, അതുപോലെ തന്നെ കുറയുക. അപ്പോൾ ഇതൊക്കെ തന്നെയും ഒരു ക്യാൻസറിൻ്റെ ഒരു വേരിയേഷൻസ് ആയിട്ടാണ് ഇപ്പം കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മൾ ഒട്ടൊന്ന് ഗൗരവത്തോടു കൂടിയാണ് ഈ ടോപ്പിക്കിനെ കാണേണ്ടതും എന്നെനിക്ക് തോന്നുന്നു. എന്തെങ്കിലും ഒരു ലക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ അതിനെ ഒന്ന് ഗൗരവത്തോടുകൂടി നോക്കണം എന്നേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. എന്നാൽ നമ്മൾ എത്രയോ ശ്രദ്ധിച്ചിരുന്നാലും ചിലപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ട് ഇത് കണ്ടുവരാറുമുണ്ട്. പെട്ടെന്ന് നോക്കുമ്പോൾ സാധാരണ ഒരു ചെക്കപ്പിലായിരിക്കും ഇത് കണ്ടുവരുന്നത്. അങ്ങനെയും ഞാൻ വളരെയധികം രോഗികളെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ക്യാൻസറിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുറച്ചുണ്ട്. അതായത് നമ്മൾ തല മുതൽ പാദം വരെ ഹൃദയം ഒഴിച്ച് ബാക്കി ഏത് ഭാഗത്തും ക്യാൻസർ ഉണ്ടാവാം എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. സ്കിന്നിൽ വരികയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ സ്കിൻ ക്യാൻസർ എന്ന് പറയും. അതുപോലെ തന്നെയാണ് കണ്ണിൽ വരുന്നുണ്ട്, അതുപോലെ തലച്ചോറിനകത്ത്, പിന്നെ വായ മുതൽ മലദ്വാരം വരെയുള്ള എല്ലാ ഭാഗത്തും വരുന്നുണ്ട്. വായക്കകത്ത് ക്യാൻസർ വരുന്നുണ്ട്. അതുപോലെ ബോണിൽ, നമ്മുടെ എല്ലിൽ വളരെയധികം ക്യാൻസർ പ്രവണതയുണ്ട്. അതോടൊപ്പം രക്തത്തിലെ അണുക്കൾ കൂടുകയും കുറയുകയും, ലിംഫാറ്റിക് ലുക്കീമിയ, അതുപോലെ തന്നെ ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയ, ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ, അതെല്ലാം തന്നെയും രക്തവുമായി ബന്ധപ്പെട്ട, അതാണ് ശരിക്കും ഈ കൊറോണ ഇൻഡ്യൂസ്ഡ് ആയിട്ട് കൂടുതലായിട്ട് കാണുന്ന ഒരു പ്രവണത. അതുപോലെ വയറിനകത്താണെങ്കിൽ സ്റ്റൊമക്കിനകത്ത് ക്യാൻസർ, ആമാശയത്തിൽ വരുന്നുണ്ട്, ഈസോഫാഗിയൽ ഏരിയയിൽ വരുന്നുണ്ട്, അതുപോലെ ഇൻറ്റസ്റ്റൈനൽ ഏരിയയിൽ നമ്മുടെ കുടലിൻ്റെ ഭാഗത്ത് വരുന്നുണ്ട്. ഇങ്ങനെ അത് വേറൊരു വിഭാഗം. പിന്നെ തീർച്ചയായിട്ടും നമ്മളെ യൂറിനറി ട്രാക്റ്റ്, അതായത് മൂത്രസംബന്ധമായ കാര്യങ്ങളിൽ, അവിടെ ബ്ലാഡറിൽ വരുന്നുണ്ട്, പിന്നെ ട്രാക്റ്റിൽ വരുന്നുണ്ട്, കിഡ്നിയിൽ വരുന്നുണ്ട്. ഇവിടെ എല്ലാം ക്യാൻസർ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ലക്ഷണങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. എങ്കിൽ കൂടിയും കോമൺ ആയിട്ട് സാധാരണഗതിയിൽ കുറേ ലക്ഷണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അതായത് വളരെ എന്താ പറയുക, ഒരു എനർജി ഇല്ലായ്മ, ഒരു ക്ഷീണം, എപ്പോഴും ഒരു ക്ഷീണം തോന്നുക, അതോടൊപ്പം തന്നെ വിശപ്പ് കുറയുക, പിന്നെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചുമ വരിക, അതുപോലെ തന്നെ ചുമച്ച് തുപ്പുന്ന കഫത്തിൽ കുറച്ച് രക്തത്തിൻ്റെ അംശമുണ്ടാവുക, അതോടൊപ്പം മലത്തിൽ രക്തത്തിൻ്റെ അംശമുണ്ടാവുക. അതുപോലെ തന്നെ സ്ത്രീകളിലാണെങ്കിൽ നമ്മുടെ ബ്രസ്റ്റിൽ ഒരു ചെറിയ ഒരു തടിപ്പ്, നമുക്കത് പരിശോധിക്കാം. പാൽപേഷൻ ടെക്നിക്ക് എന്ന രീതിയിൽ നമുക്കത് പരിശോധിക്കാനും പറ്റും. അത് ഇടത്ത് കൈ നമ്മുടെ തലയണ മാറ്റിയിട്ട് വേണം, ഇടത്ത് കൈ തലയുടെ പുറകുവശത്ത് വെച്ചിട്ട് വലത്ത് കൈ കൊണ്ടിങ്ങനെ പാൽപ്പേറ്റ് ചെയ്യണം. അപ്പോൾ വളരെ സോഫ്റ്റായിട്ട് പാൽപ്പേറ്റ് ചെയ്യണം, അമിതമായിട്ട് പ്രസ് ചെയ്യണം. സോഫ്റ്റായിട്ട് പാൽപ്പേറ്റ് ചെയ്യുമ്പോൾ ചെറിയ നോഡ്യൂൾസ്, അതായത് ഒരു ചെറിയതായിട്ടൊരു ബൾജ് തോന്നുന്നെങ്കിൽ തീർച്ചയായും നമ്മളതിന് ഫർദറായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകണം. മാമോഗ്രാമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പിന്നെ MRI സ്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അങ്ങോട്ട് പോകാം. പിന്നെ FNAC കുത്തിയെടുത്ത് പരിശോധിക്കുന്നത്. പിന്നെ നമ്മൾ തൈറോയിഡിലും വളരെയധികം കാണുന്നുണ്ട്. പിന്നെ തൈറോയിഡിലാണെങ്കിൽ തൊടുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും, അത് വളരെ കട്ടിയായിരിക്കും. എനിക്ക് ഇവിടെ പേഷ്യൻസ് വന്ന് നമുക്ക് ഉടനെ തന്നെ അത് മനസ്സിലാവും, തൊട്ട് കഴിഞ്ഞാൽ ഹാർഡായിരിക്കും. അതേസമയം അല്ലാതുള്ള നോഡ്യൂൾസ് സിസ്റ്റിക് നോഡ്യൂൾസ് ആയിരിക്കും, കൊളോയിഡ് നോഡ്യൂൾസ് ആയിരിക്കും, അതൊക്കെ വളരെ സോഫ്റ്റ് ആയിരിക്കും. അതുപോലെ പരോട്ടിക് ഗ്ലാൻഡിൽ ഇതുപോലെ തന്നെ ക്യാൻസറിൻ്റെ കോശങ്ങൾ വന്ന് അത് വളരെ കട്ടിയായിരിക്കും. അത് വേറൊന്ന്. പിന്നെയുള്ളത് സ്ത്രീകൾക്ക് നമ്മുടെ ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട യൂട്രസിനകത്തുള്ള ക്യാൻസർ, അതോടൊപ്പം ഓവറിയിൽ ക്യാൻസർ,
അങ്ങനെ വിവിധ വശങ്ങളിൽ എല്ലാ അവയവങ്ങളെയും ഇത് അഫക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ തീർച്ചയായും ഈ ലക്ഷണങ്ങൾ അതിന് ഓരോന്നിനും വ്യത്യസ്തമായിരിക്കും. ഗർഭപാത്ര സംബന്ധം ഹെവി ബ്ലീഡിങ് ആയിരിക്കും. അത് പ്രത്യേകിച്ചും മെനോപോസ്, അതായത് ഒരു 50-60 വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് രക്തം അറിയാതെ എല്ലാം മെനോപോസായി കംപ്ലീറ്റ് നിന്നു. പിന്നെ നമുക്ക് ജസ്റ്റ് ഒരു സ്പ്രൗട്ട് ഓഫ് ബ്ലീഡിങ് ഉണ്ടാവുന്നെങ്കിൽ തീർച്ചയായും അത് ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഈ ക്യാൻസറുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെയാണ് മൂത്രത്തിൽ ഉള്ള കാര്യം. മൂത്രം ഒഴിക്കുമ്പോൾ ഒരു തരിപ്പ് വരിക, സ്ഥിരമായിട്ട് മൂത്രം ഒഴിക്കുന്ന സമയങ്ങളിൽ മൂത്രത്തെ തടസ്സം ഉണ്ടാവുക, ഇവയൊക്കെ. ഇപ്പം പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് വളർന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവാം, തടസ്സം ഉണ്ടാവാം. അപ്പോൾ അതുമായിട്ടുള്ള കൺസേൺ ടെസ്റ്റുകൾ ഇതെല്ലാം തന്നെ സ്കാനിങ്ങിൽ മിക്കവാറും എല്ലാം നമുക്ക് കാര്യങ്ങൾ വ്യക്തമാവും. എങ്കിൽ കൂടിയും നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട രക്തപരിശോധനകളുമുണ്ട്. PSA ടെസ്റ്റാണ് പ്രോസ്റ്റേറ്റിനെങ്കിൽ ലേഡീസിനുള്ള ടെസ്റ്റുകൾ CA-19, CA-125 അങ്ങനെയുള്ള ടെസ്റ്റുകളാണ്. അപ്പോൾ ബ്ലഡിൽ അതനുസരിച്ചുള്ള ടെസ്റ്റുകൾ വ്യത്യസ്തമായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ, പിന്നെ നമ്മൾ ഇത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ള കാരണം ഞാൻ വളരെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ടോക്സിൻ കയറുന്നത്. ഇപ്പം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന രീതിയിൽ നമ്മുടെ ഓരോ നിമിഷവും നമ്മുടെ ശരീരത്തിൽ കയറിക്കൊണ്ടിരിക്കുക. എല്ലായിടത്തും ടവറിലുള്ള റേഡിയേഷൻ വളരെ കൂടുതലാണ്. അതോടൊപ്പം നമ്മുടെ മൊബൈൽ ഫോൺ അമിതമായിട്ട് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ അൾട്രാ വയലറ്റ് രശ്മികൾ, നമ്മൾ വെയിലത്ത് കൂടുതൽ നടക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം. സ്മോക്ക്, പുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്. അതുപോലെ തന്നെ നമ്മുടെ ആഹാരത്തിലുള്ള ന്യൂട്രിയൻസിൻ്റെ അഭാവമാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ശരീരത്തിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ശരീരത്തിൽ ഓരോ നിമിഷവും പുതിയ പുതിയ കോശങ്ങൾ ഉണ്ടാവുകയും പഴയവ നശിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. ഇത് തമ്മിലുള്ള ഒരു ഇംബാലൻസ് ആണ്. അബ്നോർമൽ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദി നോർമൽ സെല്ലാണ് ഈ ക്യാൻസർ എങ്കിൽ ഇതിൻ്റെ ഒരു കാലാവധിയുണ്ട്. ഫോർ എക്സാമ്പിൾ സ്കിന്നിൽ 120 ദിവസം, ഏകദേശം ഒരു മാസമാകുമ്പോൾ പുതിയ സ്കിൻ വരും. അതുപോലെ തന്നെ നമ്മളുടെ രക്താണുക്കൾ, അത് 120 ദിവസമേ ചുവന്ന രക്താണുക്കളുള്ളൂ ജീവിച്ചിരിക്കുന്നത്. അത് ഓരോന്നിനും അങ്ങനെ ഒരു കാലാവധിയുണ്ട്. അത് കഴിയുമ്പോൾ നശിച്ച് പുതിയത് വരികയാണ്. നമ്മുടെ ശരീരം ഒരു 6 മാസത്തിൽ ഒരു പുതിയതാവുക എന്നുള്ളതാണ് ഒരു തത്വം തന്നെ. അപ്പോൾ നമ്മൾ ഇതിനെ ഇങ്ങനെ കറക്റ്റ് ഫോമിൽ അത് ഡീജനറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പുതിയത് ഉണ്ടാവാനും നമുക്ക് ചില റൂൾസ് ഉണ്ട്. ആ റൂൾസ് തെറ്റിപ്പോകുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ ഇതിനെ ബന്ധപ്പെടുത്തിയാണ് ഇന്നത്തെ എൻ്റെ അതായത് നമ്മുടെ ശരീരത്തിൽ ഈ കുറേ ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് നശിച്ചു പോകുമല്ലോ. ആ നശിച്ചു പോകുന്ന സമയത്ത് ആ നശീകരണ പ്രക്രിയയെ ത്വരിതപ്പെടുത്താൻ സഹായിക്കുന്ന 1-2 ഫാക്ടേഴ്സ് ഉണ്ട്. അത് ഒന്ന്, ഈ നശിച്ചു വരുന്ന കോശങ്ങളെ വളർത്താൻ സഹായിക്കുന്ന തൈറോസിൻ കൈനേസ് എന്ന് പറയുന്ന ഒരു എൻസൈമുണ്ട്. അത് നശിച്ചു വരുന്നതിൻ്റെ അടുത്ത് ഈ എൻസൈം ചെന്ന് കഴിഞ്ഞാൽ അത് വളരും. അതിനെ വളർത്തുന്നതാണ് അത് തൈറോസിൻ കൈനേസ്. എങ്കിൽ സൈറ്റോടോക്സിക് ലിംഫോസൈറ്റ് സെൽസ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് T സെൽസ്. ഈ സെൽസ് നമ്മുടെ ഈ പറയുന്ന പ്രക്രിയയെ, അതായത് നശിച്ചു പോകുന്ന കോശങ്ങളെ നശിക്കാനായിട്ട് ചെയ്യും. മനസ്സിലായോ? അപ്പം നമ്മുടെ ശരീരത്തിന് സൈറ്റോടോക്സിക് T സെൽസ് കൂടുതൽ വേണം. അതേസമയം തൈറോസിൻ കൈനേസ് കുറയ്ക്കണം. തൈറോസിൻ കൈനേസ് കുറയ്ക്കണമെങ്കിൽ തൈറോസിൻ കൈനേസ് ഇൻഹിബിറ്റേഴ്സ് വേണം. ഈ ഇൻഹിബിറ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്, നാച്ചുറലായിട്ട് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടും എന്നുള്ളതാണ് പ്രധാനം. അത് എലിഗ്വാറ്റാനിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റാണ് ഈ തൈറോസിൻ കൈനേസിനെ നശിപ്പിക്കുന്നത്. അത് നശിക്കണം, എന്നാൽ മാത്രമേ ഇത് വളരാതിരിക്കുകയുള്ളൂ. ഈ ചീത്തയായിട്ടുള്ള ഈ ഒരുതരം നമ്മുടെ കുഴപ്പം പിടിച്ച കോശങ്ങളെല്ലാം നശിച്ചു പോകും. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടത്? മാതളം ഏറ്റവും നല്ലതാണ്. നല്ല മാതളം ആയിരിക്കണേ, ഓർഗാനിക് ആയിരിക്കണം അത് വരുന്നത്. പിന്നെ ബെറീസ് എല്ലാം നല്ലതാണ്. സ്ട്രോബെറി, റാസ്ബെറി, ബ്ലൂബെറി, ബ്ലാക്ക്ബെറി എല്ലാം വളരെ നല്ലതാണ്. മഷ്റൂംസ് അവയൊക്കെ വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ വെർജിൻ കോക്കനട്ട് ഓയിൽ, അതൊക്കെ ഒത്തിരി ഇതിനെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ ക്യുർക്കുമിൻ, മഞ്ഞളില്ലേ, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, മഞ്ഞളിനകത്ത് അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് കുർക്കുമിൻ, അത് വിത്ത് പിപ്പറിൻ, അതായത് കുറച്ചൊരു കുരുമുളകിൻ്റെ ഒരു അംശമാണ് പിപ്പറിൻ, അതും കൂടെ ചേർത്തിട്ടുള്ള ഒരു നല്ല കുർക്കുമിൻ ടാബ്ലറ്റ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. കുർക്കുമിൻ ആയാലും കുഴപ്പമില്ല, ദിവസവും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പിന്നെ നമുക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗം സൈറ്റോടോക്സിക് ലിംഫോസൈറ്റിനെ വളർത്താൻ സഹായിക്കുന്ന ആഹാര സാധനങ്ങളാണ്. ഇത് വൈറ്റമിൻ സി നമ്പർ 1 ആണ്. നമ്മൾ ക്യാരറ്റ് കഴിക്കുക, അതുപോലെ തന്നെ നെല്ലിക്ക കഴിക്കുക, അതുപോലെ എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഈ ഒരു ഗ്രേഡിലാണ് വരുന്നത്. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നട്ട്സ്, സീഡ്സ് ഇതെല്ലാം തന്നെ ഇതിനകത്ത് വരുന്നതാണ്. നമുക്ക് ധാരാളമായിട്ട്
ഏറ്റവും നല്ല കപ്പലണ്ടിയാണ്. കപ്പലണ്ടിക്കകത്ത് അടങ്ങിയിരിക്കുന്നത് റെസ്വെറട്രോൾ കപ്പലണ്ടിയിലും അടങ്ങിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ രസം. അത് വളരെ ആൻറ്റി ക്യാൻസറസ് ആയിട്ട് പ്രവർത്തിക്കുന്നതാണ്. പിന്നെ ഗ്രേപ്സിലുള്ളത്, ഗ്രേപ്സ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് റെസ്വെറട്രോൾ. അപ്പോൾ ഇങ്ങനെയുള്ള ആഹാര സാധനങ്ങൾ ദിവസവും ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമാക്കുക എന്നുള്ളത് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ഏറ്റവും അത്യാവശ്യമാണ്. നമ്മൾ ഈ ശരിക്കും ക്യാൻസർ വന്നിട്ട് ചികിത്സിക്കാതെ വരുന്നതിന് മുന്നേ ചികിത്സിക്കാൻ വേണ്ടി ഇതേ രീതിയിലുള്ളൊരു ഭക്ഷണക്രമം ഏറ്റവും പ്രധാനമാണ്. പിന്നെ അതിനൊക്കെ ഉപരിയാണ് സൗണ്ട് സ്ലീപ്പ് ആസ് വെൽ ആസ് എക്സസൈസ് ആൻഡ് ഏറ്റവും പ്രധാനമാണ് മനസ്സിൻ്റെ പോസിറ്റീവ് തിങ്കിങ് ആണ് ഏറ്റവും അത്യാവശ്യം. അതുകൊണ്ട് തന്നെ യു ഹാവ് ടു പ്രാക്ടീസ് യോഗ, മെഡിറ്റേഷൻ, ഡീപ്പ് റിലാക്സേഷൻ അറ്റ് എനി കോണ്ടസ്റ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട, ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ ശ്രദ്ധിച്ചാലും മനസ്സ് ടെൻഷനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ക്യാൻസർ പാർട്ടികൾ വരും. ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള കാര്യം നമ്മളുടെ DNA ലെവലിൽ, അതായത് ന്യൂക്ലിയസിനകത്തിരിക്കുന്ന DNA ലെവലിൽ കുഴപ്പങ്ങൾ വരുന്ന കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതെങ്ങനെയാണ് DNA ഡാമേജായി പോകുന്നത്? ഫ്രീ റാഡിക്കൽ കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഓരോ നിമിഷവും ഫ്രീ റാഡിക്കൽസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഫ്രീ റാഡിക്കൽസിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ആൻറ്റി ഓക്സിഡൻസും ഉണ്ടാവുന്നുണ്ട്. സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ്, കാറ്റലൈസ്, ഗ്ലൂട്ടാത്തൈൻ പെറോക്സിഡേസ്, ഇവയൊക്കെ നമ്മുടെ ശരീരത്തിനകത്തുള്ള ബിൽറ്റ് ഇൻ ആൻറ്റി ഓക്സിഡൻസ് ആണ്. പക്ഷേ അതിനേക്കാൾ വളരെ കൂടുതൽ ഫ്രീ റാഡിക്കൽസ് ഓരോ നിമിഷവും കയറിക്കൊണ്ടിരിക്കുക. അത് മൾട്ടിപ്ലൈയിങ് ഇൻ മില്യൺസ് ആണ്. ഓരോ നിമിഷവും അത് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം നമ്മളിപ്പോൾ ഈ ശ്വാസം എടുക്കുന്നില്ല, അതിൻ്റെ ഭാഗമായിട്ടൊരു ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും ഈ ഫ്രീ റാഡിക്കൽസ് വരും. ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞാൽ ഒരു അൺസ്റ്റേബിൾ ആറ്റമാണ്. അതിങ്ങനെ രക്തത്തിൽ കൂടി ഇങ്ങനെ ഓടി നടക്കുകയും ഏതെങ്കിലും കോശത്തിൽ കയറി പിടിച്ചാൽ അത് ഓക്സിഡേഷൻ വരികയും അത് കുഴപ്പമായി തീരും. അപ്പം അങ്ങനെ ആ ഫ്രീ റാഡിക്കൽസിനെ അങ്ങനെ അഴിച്ചുവിടരുത്. അതിനെന്താ ചെയ്യേണ്ടത്? പ്രോപ്പർ ആൻറ്റി ഓക്സിഡൻസ്. അവിടെയാണ് നമ്മളുടെ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളം കഴിക്കണമെന്ന് ഞാൻ പറയുന്നത്. ഒന്നുമില്ലെങ്കിൽ ഒരു ദിവസം ഒരു നെല്ലിക്കയും 2, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ വിട്ടുപോയി, തക്കാളി ബെസ്റ്റ് നമ്പർ 1 ആണ്, ആൻറ്റി ക്യാൻസറസ് ആണ്. അതൊന്ന് ഇത്തിരി കുക്ക് ചെയ്തെടുക്കുന്നതാണല്ലോ. അത് ഞാൻ ഈ ടൊമാറ്റോ പ്യൂരിയൊക്കെ കാണിക്കത്തില്ലയോ, അത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പൊട്ടൻസി കൂടുകയാണ്. അതുപോലെ വെളുത്തുള്ളി ഏറ്റവും നല്ലതാണ്, അതിനകത്തുള്ള അലിസിൻ, ഇവയെല്ലാം അതൊന്ന് ചതച്ച് കുറച്ച് നേരം അറ്റ്മോസ്ഫിയറിക് ഓക്സിജനുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോഴാണ് അതിന് പൊട്ടൻസി കൂടുന്നത്. അതുപോലെ മുരിങ്ങയില ഏറ്റവും നല്ല, അതിനകത്തുള്ള ബീറ്റാ കരോട്ടിൻ, അതുപോലെ ക്യാരറ്റിലെ ബീറ്റാ കരോട്ടിൻ, ഇവയൊക്കെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗമാക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു ദിവസത്തെ ഭക്ഷണക്രമം അറേഞ്ച് ചെയ്യാം. ഞാൻ നേരത്തെ 1 വർഷത്തിന് മുമ്പ് ചെയ്ത് ഒരു വീഡിയോ കിടപ്പുണ്ട്, ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന 5ഓ 6ഓ ഭക്ഷണങ്ങൾ. അപ്പോൾ ഞാൻ പിക്ചറൈസ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അത് തീർച്ചയായും ആ ഒരു രീതിയിലേക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, യോഗ, മെഡിറ്റേഷൻ, നന്നായിട്ട് ഉറങ്ങുക, സമാധാനമായിട്ട് ജീവിക്കുക. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഈ നമ്മൾ വളരെ ഭയത്തോടു കൂടി കാണുന്ന ഈ ഒരു അസുഖത്തിന് ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.